ഇതാര് രവീന്ദ്രനാഥാ? എന്നെ ഓർമ്മണ്ടല്ലേ? ഞാൻ പിങ്കി രവീന്ദ്രനാഥ്. ശരി. അറിയാം. മക്കളെ, അമ്മ എവിടെ? അമ്മ അടുക്കളയിൽ. അമ്മ എന്ത് പറയുന്നു? അമ്മ മലയാളം. സീനാക്കല്ലേ? ഞാനായിട്ട് സീനാക്കേണ്ട ഒരു ആവശ്യമില്ല, അമ്മ എന്നെ ആക്കിക്കോളും. അമ്മ ദേഷ്യത്തില്ല? അതെനിക്കറിയത്തില്ല, ഞാൻ ഇവിടെ ഇരിക്കുകയായിരുന്നു. ഇത് മക്കളെ, അതെ, അങ്ങോട്ട് പോകുമ്പോ അമ്മ ചൂടാവുകയാണെങ്കിൽ മോളൊന്ന് ഇടയ്ക്ക് കയറിക്കണം. അച്ഛൻ്റെ കൂടെ നിൽക്കണം. ഇടയ്ക്ക് കയറാൻ ഞാൻ പിടിക്കുകയാണല്ലോ. നിക്കാം. ചെല്ല അടുക്കള പോ. മോള് വാ, മോള് മുമ്പ് പോ, ഞാൻ പുറകെ വരാം. അച്ഛൻ എന്തായാലും അമ്മയെ നേരിട്ടേ പറ്റുള്ളൂ, അച്ഛൻ മുമ്പ് പോ. എന്നാലും വാ, നീ ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമുണ്ട്. റിങ്കി എവിടെ? എനിക്ക് അകത്ത് വേണം. വാ. വാ, പേടിക്കണ്ട. അമ്മ, പിടികിട്ടാ പുള്ളി എത്തിയിട്ടുണ്ട്. മണി, നീ ദോശ ഉണ്ടാക്കണ? രാവിലെ അവിടെ ആയിരുന്നെങ്കിലോ അമ്മ മറ്റേ പച്ചരിയിലെ കൊഴുക്കട്ട ഉണ്ടാക്കിയത്. ഓ, അടിപൊളിയായിരുന്നു. അതിനൊന്നുമില്ല, കഴിച്ചൊന്നും. അയ്യമ്മ, അത്ര ഒന്നും ചെയ്യണ്ട, ചെറുതായി ഉപദേശിച്ചിട്ട് അച്ഛൻ നന്നായിക്കോളും. പച്ചക്കറി പച്ചക്കറിയായിരുന്നു. മണി, ഇവിടെ എന്തൊരു ചൂടല്ലേ? അവിടെ ആണെങ്കിൽ എന്തൊരു മഴ കത്തിയതാ. അവിടെ ഭയങ്കര മഴയായിരുന്നു മണി. ഇടിച്ചു കുത്തി പെയ്ത് രാത്രി മെനങ്ങാന്ന്. പിന്നെ ഭയങ്കര മഴ. അയ്യോ അച്ഛൻ, എത്ര കാലമായി കണ്ടിട്ട്? ഉടനെ തിരിച്ചു പോവോ അതോ 2 ദിവസമെങ്കിലും ഞങ്ങളോട് നിക്കാൻ സമയം കാണോ? എന്തോന്ന് വെച്ചേ? വന്നപ്പോ മുതൽ എല്ലാരും കൂടെ ഇങ്ങനെ. ഞാൻ 2 ദിവസമല്ലേ ഇവിടെ ഇല്ലാതുള്ളൂ. ഞാൻ എത്ര നാൾ കൂടിയിട്ടാണ് വീട്ടിൽ പോയത്? ഷോ കഴിഞ്ഞ രവിയേട്ടാ, നിങ്ങൾ 2 ദിവസം വീട്ടിൽ പോയി നിന്നതിൽ ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല, മറിച്ച് സന്തോഷമേ ഉള്ളൂ. പക്ഷെ എപ്പോ പോയതാണ്? വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് വന്നിട്ട് നേരെ വീട്ടിൽ പോയതാണോ? ശനിയാഴ്ച വൈകുന്നേരം വരും തോന്നില്ലേ? ഇന്നിപ്പോ ഞായറാഴ്ചയായി. പോയതിന് പ്രശ്നമല്ല, 2 ദിവസം നിന്നതും കുഴപ്പമില്ല. പക്ഷെ പോയതിനു ശേഷം ഇങ്ങോട്ടൊന്ന് അന്വേഷിക്കുന്നുണ്ടോ, വിളിച്ചൊന്ന് ചോദിക്കുന്നുണ്ടോ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന്? അയ്യടാ, ഞാൻ വിളിച്ചില്ലേ? 2 പ്രാവശ്യം വിളിച്ചില്ലേ? വിളിച്ച് പോയിട്ട് അവിടെ എത്തിയ ഉടനെ എത്തി എന്ന് പറഞ്ഞ് വിളിച്ച്. അത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഫയല് പുറത്തിരിക്കണം, അത് തലമാരി വെക്കാൻ. അല്ലേ? ആ 2 പ്രാവശ്യം വിളിച്ചോളൂ. അപ്പോഴാണ് വിളിച്ചതെന്നൊന്നും ഇരിക്കുക. പക്ഷെ ഞാൻ 2 പ്രാവശ്യം വിളിച്ചു. എടി, സത്യം പറയാൻ മണി, അമ്മയ്ക്ക് വയ്യ. അമ്മ പറഞ്ഞ് 2 ദിവസം നീ ഇവിടെ നില്ല്. അമ്മയ്ക്ക് വയ്യ, അതുകൊണ്ട് നിന്നാണ്. അതെ, സത്യം മണി. സോറി അടി. എന്തോ അപ്പച്ചി നാമങ്ങൾക്ക് എന്തോ പറയണം? അവരൊക്കെ സുഖമായിരിക്കുന്നത്. പറയാൻ മക്കളെ, നീ ക്ഷമിക്കും മണി. സോറി പറഞ്ഞല്ലോ, ക്ഷമിച്ചിരിക്കുന്നു. അത്രേ ഉള്ളൂ. എന്റെ മണിക്കുട്ടി പാവമാണെന്ന്. നീ അല്ല പറഞ്ഞേ അമ്മ ദേഷ്യത്തിലാണെന്ന്. ഇപ്പൊ നോക്ക്, കാര്യം പറയണം. എന്താണ് സംഭവിക്കുന്നത് നമ്മൾ അറിയണേ, അതിനു വേണ്ടി പറഞ്ഞാൽ അത്രേ ഉള്ളൂ. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ വീടുമായിട്ട് ഒരു ഡിസ്കണക്ഷൻ ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മേനെ മൈൻഡ് ചെയ്യില്ല, അവിടെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഞങ്ങളെയും മൈൻഡ് ചെയ്യില്ല. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. അത്രേ ഉള്ളൂ. ഞാൻ എനിക്കറിയാം എല്ലാ കാര്യങ്ങളും കേൾക്കണം. പിന്നെ ചിലപ്പോ ഒന്നുകൂടി എനിക്ക് അവിടം വരെ പോകേണ്ടി വരും. അത് അബദ്ധവശാ ഞാനൊന്ന് കവലയിലോട്ടൊന്ന് ഇറങ്ങി ശനിയാഴ്ച. അബദ്ധവശാലോ? ഓ, അബദ്ധം തന്നെ പറയാൻ പറ്റുള്ളൂ. ചെന്ന് ചാടിയത് അമ്പല കമ്മിറ്റിക്കാരുടെ മുമ്പിൽ. കാര്യമുണ്ട്. ഞാനേ അതൊക്കെ പറയാം. പിന്നെ ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. അച്ഛൻ നല്ല മൂഡിലാണല്ലോ. നാട്ടിൽ പോയി വരുമ്പോ എപ്പോഴും ഇങ്ങനെ തന്നെ. അയ്യോ, അയി മുരിഞ്ഞ ദോശ. ഞാൻ പറഞ്ഞിട്ടുണ്ട് കറി ആവണതിന് മുന്നേ ദോശ എടുത്തോണ്ട് പോവില്ലെന്ന്. അയ്യോ രാജാ, അതെ, ഇപ്പൊ പെട്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാലേ ഞാൻ ഒന്നാമത് ടച്ചൊക്കെ വിട്ട് നിൽക്കല്ലേ. പ്രാക്ടീസ് ഒന്നുമില്ല, അതൊക്കെ മറന്നേ പോയെന്നുള്ളതാണ് സത്യം. ഞാൻ നോക്കാം രാജാ. അയ്യോ, നോട്ടീസ് ബോർഡിൽ വെക്കരുത്. അയ്യോ, നോട്ടീസിലൊന്നും പേരൊന്നും വെക്കരുത്. അയ്യോ, അതൊന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ 2 ദിവസത്തിനുള്ളിൽ ഞാൻ രാജനെ അറിയിപ്പിക്കാം. ശ്രമിക്കാം. ഓക്കെ. ആര്? അയ്യോ കൊടുക്ക്. ടീച്ചറെ നമസ്കാരം. വന്നിരുന്നു, പെട്ടെന്നെങ്കിൽ വന്നത് കാണാനും പറ്റിയില്ല. അയ്യോ, അതൊക്കെ മറക്കാൻ പറ്റുമോ ടീച്ചറെ? ഞാൻ എന്തായാലും പറഞ്ഞാൽ വരും. ടീച്ചർ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ വരുമല്ലോ. ഓക്കെ. ഞാൻ വിളിക്കാം, ഞാൻ തീർച്ചയായിട്ടും വിളിക്കാം. ഓക്കെ ടീച്ചറെ. ആരോടാണ് ചിരിയും കളിയൊക്കെ? അതെ, നമ്മുടെ രാജനെ, അനശ്വര ക്ലബിന്റെ സെക്രട്ടറി രാജൻ വിളിച്ച് കുറച്ച് കാര്യം സംസാരിക്കുകയായിരുന്നു. രാജ മനസ്സിലായി.
ഈ ടീച്ചർ എന്നൊക്കെ പറഞ്ഞ ആരെ വിളിക്കണായിട്ട്? ശാരദ ടീച്ചർ. ശാരദ ടീച്ചർ. ഞാനും ശാരദ ടീച്ചറൊക്കെ ഒരുമിച്ച് പഠിച്ചാണ്. ക്ലാസ്മേറ്റ് അല്ല, ഒരു സ്കൂളിൽ ഒരേ ബാച്ചാണ് പഠിച്ചാണ്. പിന്നെ അവര് പഠിച്ച് ജോലി കിട്ടി ടീച്ചറായി. എല്ലാരും ടീച്ചറെ എന്ന് വിളിക്കുന്നു, ഞാനും ടീച്ചറെ എന്ന് വിളിക്കുന്നു, അത്രേ ഉള്ളൂ. പണ്ടേ ഞാനും ഈ ശാരദ സെക്രട്ടറി, ഞാൻ പ്രസിഡന്റ് ആയിരുന്നു ഞങ്ങളുടെ ക്ലബിന്റെ. ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നാണ് ഈ ക്ലബ് ഉണ്ടാക്കിയത്. ഞങ്ങളെ ഈ പ്രവർത്തനം കൊണ്ടല്ലോ എന്തുമാത്രം കലാപ്രവർത്തനം നടത്തി അറിയുമോ? വാർഷികത്തിനൊക്കെ ഭയങ്കര. ഞങ്ങളുടെ ഈ പ്രവർത്തനമൊക്കെ കാണുമ്പോൾ ഓരോരുത്തർ പറയുമായിരുന്നു, ആൾക്കാരല്ല, ശാരദയും രവീന്ദ്രനും നല്ല ജോഡിയാണെന്ന്. അല്ല, പ്രസിഡന്റും സെക്രട്ടറിയും തമ്മിൽ നല്ല ജോഡിയാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്താനായിട്ട്. നല്ല കാര്യങ്ങളൊക്കെ അച്ഛൻ വിചാരിച്ച പോലെയല്ല കേട്ടാ. ചുമ്മാ ഇരിക്കണേ. ഒന്നാമത് ഞാൻ ഇവിടെ ഒരു ടെൻഷൻ അടിച്ച് നടക്കുക. ടെൻഷൻ ഞാൻ സത്യം പറഞ്ഞ മണി, ഞാൻ വന്നപ്പോഴേ പറയണമെന്ന് വിചാരിച്ചാണ്. അതെ, എന്നെ അവിടെ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, ശനിയാഴ്ച ഞാൻ കവലയിലോട്ട് പോയപ്പോ അവരെന്നെ കണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോ ഈ രാജനും എല്ലാരും കൂടെ ചേർന്നിട്ട് പറഞ്ഞു, അവർക്കൊരു ആഗ്രഹം ഉണ്ടായി. അതെ, പണ്ട് ഞാൻ ഈ ക്ലബില് വാർഷികത്തിനൊക്കെ പാട്ടും കഥാപ്രസംഗവും ഒക്കെ പറയുമായിരുന്നു. കഥാപ്രസംഗോ? ഓ, ക്ലബിന്റെ പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. കഥാപ്രസംഗത്തിന്റെ കാര്യം ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ആര് പറഞ്ഞു? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? പറഞ്ഞിട്ടൊന്നുമില്ല. മണി, നിന്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മക്കളെ പറഞ്ഞിട്ടില്ലേ? ഇല്ല, പറഞ്ഞിട്ടില്ല. അല്ല അമ്മ, പറഞ്ഞിട്ടുണ്ട്. പണ്ടേ അച്ഛന്റെ നാട്ടിലെ ആ ക്ലബിലെ സ്റ്റേജിലുണ്ടല്ലോ, അച്ഛൻ ഇങ്ങനെ കഥാപ്രസംഗം ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ചെയ്ത് കഥാപ്രസംഗത്തിന്റെ മൂർധന്യ അവസ്ഥയിൽ വന്നപ്പോ ആൾക്കാരെല്ലാരും കൂടെ എന്ത് ചെയ്ത് എണീറ്റ് കൈയടിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടുണ്ടല്ലോ അച്ഛന് പൊന്നാടിയൊക്കെ കൊടുത്ത് ആദരിച്ചു. പിന്നെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. അതിനുശേഷം നാട്ടിലൊക്കെ അച്ഛനൊരു പേരുണ്ടായിരുന്നു, കാതികൻ കുഞ്ചു, കാതികൻ രവീന്ദ്രനാഥ്. സത്യം. എന്നിട്ട് അത് വെച്ച് നിങ്ങളിപ്പോ കഥാപ്രസംഗം പറയാൻ പോവാണ്? കഥാപ്രസംഗം പറയാൻ പോവാണല്ലേ? ശരിക്കും അമ്മ, ഞാൻ നാട്ടിൽ പോണോന്ന് വിചാരിച്ചതാണ്. ഇനി ഞാൻ പോകുന്നില്ല. അച്ഛനെ ഈ കഥാപ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പം ഏതെങ്കിലും പയ്യന്മാരെ അത് വീഡിയോ എടുത്ത് യൂട്യൂബിലോ സോഷ്യൽ മീഡിയയിലോ ഇടും. അങ്ങനെ അത് വൈറലല്ല, ട്രോള് കിട്ടും അച്ഛന്. ട്രോളി അച്ഛനെ കൊന്നൊരു പരിവാക്കി അച്ഛന് ബാങ്കിൽ പോലും പോവാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതെ, ദേവി അത് പാടരുത്. എനിക്ക് എന്റെ വീട്ടിലൊക്കെ പോകാനുള്ളതാണ്. അവിടെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാണക്കേടാവും. അച്ഛാ, ഞാനേ ഒന്നുമില്ല. ഞാൻ ഒരു മനസ്സിലാണ് ഇരുന്നത്. ഇപ്പൊ ഞാൻ ഒരു തീരുമാനം എടുത്തു. ഞായറാഴ്ച ക്ലബിന്റെ 30ാമത്തെ വാർഷികമാണ്. ഞാൻ കഥാപ്രസംഗം പറഞ്ഞിരിക്കും. 2-3 ദിവസത്തെ പ്രാക്ടീസ് മതി. ഉറപ്പാണോ? പിന്നെ ഞാൻ പറയും. തീർന്നു. തലയിൽ കൂടെ ഇടാൻ തുണി എടുത്തു വെച്ച മക്കളെ. നമുക്ക് നിങ്ങൾക്കല്ല. മഞ്ഞപ്പുള്ളികളുള്ള നീല ജാക്കറ്റും, പുള്ളികളുള്ള നീല ജാക്കറ്റും, നീളെ കുഞ്ഞു തൊങ്ങലു തുന്നിച്ചേർത്ത, നീളെ കുഞ്ഞു തൊങ്ങലു തുന്നിച്ചേർത്ത പാവാട ചുറ്റും, കൈകളിൽ പൊട്ടി ചിരിക്കും വളകളും, കഥ എഴുതുവാണോ? അതെ, ബാങ്കിലെ വല്ല ബാങ്കിലെ ഒന്നുമല്ല, ഇത് നിങ്ങൾക്ക് വേണ്ട ഉള്ളതല്ല. കഥാപ്രസംഗം ആയിരിക്കും. പിന്നല്ലാണ്ട് സ്വന്തം കഥയാണോ അച്ഛൻ എഴുതുന്നേ? സ്വന്തം കഥയാണോ? സ്വന്തം കഥയായിരിക്കും അല്ലേ? ആണോ കേട്ടാ? നിങ്ങൾക്ക് കളിയാക്കാനല്ലേ സ്വന്തം കഥ എന്റെ നാട്ടിൽ ഞാൻ പറയണോ? അത് നാട്ടിൽ പറയാതിരിക്കാൻ നല്ലത്. ഇപ്പൊ നാട്ടിൽ അറിയിട്ടില്ലല്ലോ. നാട്ടിൽ സ്വന്തം കഥ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെയും തന്നെ കിട്ടിക്കോളും. രവിയേട്ടാ, നിങ്ങൾ മാക്സിമം ഇവിടെ തന്നെ നാണക്കേടുണ്ടാക്കി തരുന്നുണ്ടല്ലോ ആ വണ്ടി കൊണ്ട്, നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട്. ഇനി ഇതും കൂടെ വേണോ അടുത്ത മാണക്കേട്? അല്ല മണി, എന്റെ പ്രവൃത്തി കൊണ്ട് നിനക്ക് എന്തോ നാണക്കേടുണ്ടായി? പറയാനാണെങ്കിൽ കുറെ ഉണ്ട്.
നിന്റെ അടുത്തൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല മണി. ഞാൻ ഒരു കാര്യം പറയാം. ഒന്നാമത് എനിക്ക് നേരമില്ല. 2-3 ദിവസം കൊണ്ട് എനിക്ക് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് റെഡിയാക്കൊള്ളാണ്. അതിനിടയ്ക്ക് ഓരോന്ന് പറഞ്ഞോണ്ട് വരുന്നു. അച്ഛാ പിന്മാറാൻ നമുക്ക് ഇപ്പോഴും സമയമുണ്ട്. ഒന്ന് ആലോചിച്ചിട്ടൊക്കെ പോരെ. പിന്മാറാനാ? അച്ഛാ അച്ഛാ ഓ അച്ഛ ഒന്ന് സമാധാനപ്പെടും കേട്ടോ. അതെ, ആദ്യം നമ്മളെ സ്വയം തിരിച്ചറിയണം. ഞാൻ അച്ഛനിൽ നിന്ന് ഇത് തീരെ പ്രതീക്ഷിച്ചില്ല. നമുക്ക് ചെയ്യാൻ പറ്റാത്തത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടെ മുമ്പിൽ കോമാളിത്തനം ആവും. ഈ കഴിവെന്ന് പറഞ്ഞാൽ ജന്മസിദ്ധമായിട്ടുള്ള സംഭവം. അച്ഛൻ ഈ ജന്മസിദ്ധമായ കഴിവുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അച്ഛൻ ഈ ബാങ്കിൽ പോയിരുന്ന് പേപ്പറും പേനയും എടുത്ത് വല്ല എഴുതാ, ലാപ്ടോപ്പ് ഇട്ട് കുത്താ, അതൊക്കെ അച്ഛന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ടൊക്കെ ഉണ്ടല്ലോ, ഈ ക്ലബിലെ വാർഷികത്തിന് പ്രോഗ്രാം നടത്തുന്ന ക്ലബിനകത്തും ആ മുറ്റത്തുമാണ്. ഇത്തവണ എന്റെ കഥാപ്രസംഗം ഉള്ളതുകൊണ്ട് അമ്പലത്തിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. അതെന്താണെന്നറിയോ? അമ്പലത്തിന് ഓഡിറ്റോറിയം ആകുമ്പോ കുറച്ച് ആൾക്കാരെ കയറുള്ളൂ. അപ്പൊ ഇച്ചിരി അടിയെ കിട്ടും. ഞങ്ങള് പറയാനുള്ളത് പറഞ്ഞ അവസാനം പറഞ്ഞത് കേൾക്കാതെ പറയാനുള്ള പറഞ്ഞു. പണി കിട്ടും കേട്ടോ രവിയേട്ടാ. നിങ്ങൾ എന്നെ പറ്റി ഇങ്ങനെയാണ് കരുതിയിരിക്കുന്നത്. മക്കളെ, നീ പറഞ്ഞില്ലേ അച്ഛന് കൊച്ചുനാളിൽ കഴിവുണ്ടോ ഇല്ലെന്ന് അറിഞ്ഞൂടാന്ന്. നിനക്ക് അറിഞ്ഞൂടാ? ഉപന്യാസ രചന, കഥകളി പദം, നാടകം, കഥാപ്രസംഗം, ഇതിനൊക്കെ ഉപജില്ലയിലും ജില്ലയിലും ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചിട്ടുള്ളവനാണ് ഈ രവീന്ദ്രൻ. അറിയോ? ഓ, പ്രൊഫഷണൽ നാടകത്തിനാ? പ്രൊഫഷണൽ നാടകത്തിലല്ല, LP സ്കൂളിലെ കുട്ടികൾക്ക് ഞാൻ നാടകമൊക്കെ എഴുതി കൊടുത്തു. കുറെ നേരമായിട്ട് രണ്ടും കൂടെ എല്ലാരും കൂടെ ഇരുന്ന് കളിയാക്കണം. നീയും കൂടിക്കോ ഇവരോടെ? ചോദിച്ചോയില്ലേ? ഞാൻ പോണു. KM പിണങ്ങി. കൊച്ചേ, നീ ഇപ്പൊ കളിയാക്കില്ലേ KMK എന്ന്? എന്നെ നാട്ടുകാരൊരു പേര് വിളിക്കുമായിരുന്നു. ഞാൻ കഥ പറഞ്ഞതിന് ശേഷം ജൂനിയർ സാംബശിവൻ എന്നാണ് അവരെന്നെ വിളിച്ചോണ്ടിരുന്നത്. അറിയുമോ? ജൂനിയർ സാംബശിവൻ. പൊന്നേ, ഇത്ര വലിയ മഹാനായിട്ടുള്ള കലാകാരനായിട്ടൊന്നും അറിയോ? അങ്ങേരെ ജൂനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേരുടെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ ചോദിച്ചോ, മനസ്സിലാക്കട്ടെ. വാ, ഞാനും രവിയേട്ടാ ആരെ പോലെയാണെന്ന് പറഞ്ഞത്? ജൂനിയർ സാംബശിവനാ. അല്ല അച്ഛാ, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. മലയാള അക്ഷരങ്ങളൊക്കെ മറന്നായിരുന്നു. എന്തുവാ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്? എന്തു വെച്ചത്? എനിക്ക് മനസ്സിലാവും. അങ്ങനെയാണ് ഞാൻ എഴുതിയത്. എന്താണ് ഈ കഥയുടെ ഇതിവൃത്തം? കഥ എഴുതിയാലല്ലേ നമുക്ക് അത് കഥാപ്രസംഗം ആക്കാൻ പറ്റുള്ളൂ. കഥയാ? നല്ല വിവരം. ചേച്ചി, പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അറിഞ്ഞൂടാത്ത കാര്യത്തിൽ കയറി അഭിപ്രായം പറയാൻ പോകരുത്. നല്ല അറിവുള്ള കുട്ടിയാണല്ലോ നീ. ഒരു ശല്യം തന്നെ, ഒരു സ്വസ്ഥത ഇല്ല. ഞാൻ പോണു. പോകരുത്. നിനക്ക് പഠിക്കാവുന്നില്ലേ? ഇല്ല. പണി, നീ അടുക്കളയിൽ പോ. ഞാൻ ഇപ്പൊ പോണെന്ന് തീരുമാനിക്കാം. പോവാണ്. പക്ഷെ അങ്ങനെ പോവല്ലേ തോന്നിയത്. ഒരാഴ്ച ലീവ് എടുത്ത് വീട്ടിൽ പോയാൽ മതിയായിരുന്നു. എന്നിട്ട് ഞായറാഴ്ച ആ പരിപാടിയും കൂടെ കഴിഞ്ഞ് വന്നാൽ മതിയായിരുന്നു. എന്ത്? ഞാൻ പോണി. നിങ്ങളൊക്കെ വലിയ കലാകാരല്ലേ, എല്ലാം തികഞ്ഞവര്. നമ്മളെവിടെ പാവം പൊയ്ക്കോട്ട്. അഥവാ എന്തെങ്കിലും ഒരു കല കാണിക്കാന്ന് വിചാരിച്ച ഉടനെ ഫ്യൂഡൽ ചിന്താഗതി. അയ്യോ അച്ഛാ, എന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറയരുത്. ഞാനൊരു സോഷ്യലിസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഞാനോ? നീ മെന്റലിസ്റ്റ്. ഓടി. ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാം വിടും. അച്ഛൻ ഇത്രയും പറഞ്ഞാണല്ലോ, അച്ഛൻ ജൂനിയർ സാംബശിവനാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞല്ലോ. അച്ഛൻ ഒരു കാര്യം ചെയ്യും, സാംബശിവൻ സാറിന്റെ ഒരു കഥാപ്രസംഗം ഇവിടെ അവതരിപ്പിച്ചു. അത് കൊള്ളാം 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 കൊള്ളാം. വെല്ലുവിളിയാ? അങ്ങനെയെങ്കിൽ അങ്ങനെ കൂട്ടിക്കോ. വെല്ലുവിളിയൊക്കെ ചെയ്യണില്ലേ? എന്ത്? അല്ല, ഒരു പ്രാക്ടീസും ആവും. അതെ, ഒരു കൈ നോക്കാൻ വേണമെങ്കിൽ. അച്ഛാ, രണ്ട് കൈ നോക്കാൻ. സാംബശിവൻ സാറിന്റെ സൗണ്ടിൽ പറയണോ? നിങ്ങൾ നിങ്ങളുടെ സൗണ്ടിൽ പറഞ്ഞാൽ തന്നെ കൊളാവാൻ പോണ്, പിന്നെയാണ് സാംബശിവൻ സാറിന്റെ സൗണ്ടിൽ. ഓടി, പണ്ട് ഞാൻ സാംബശിവൻ സാറിന്റെ സൗണ്ടിൽ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പൊ ടച്ച് വിട്ടിരിക്കുന്നത് വയസ്സായി, അതിന്റെ ഒരു കുറവുണ്ട്. അയ്യോ, വീരവാദം മതി, തുടങ്ങ്. എന്നാലും ഞാൻ നോക്കാം. എവിടെ ഇരുന്നോ? എവിടെ ഇരിക്കണ? നീ ഇവിടെ ഇരുന്നോ? നീ ഇവിടെ ഇരുന്നോ? കേക്കട്ടെ. സംപൂജ്യരായ നാട്ടുകാരെ, കലാസ്നേഹികളെ, കഥാപ്രസംഗ വേദിയിലൂടെ പ്രൊഫസർ സാംബശിവൻ സാർ മലയാളികളുടെ മനം കവർന്ന വയലാറിന്റെ ആയിഷ. അതുകൊണ്ട് സിമ്പിൾ ഉണ്ട്. ഇതില് തബല ഹാർമോണിയം ഒന്നും ഇല്ലാത്തോണ്ട് അതിന്റെ പോരായ്മയൊക്കെ ഉണ്ട്. അത് റിഹേഴ്സൽ നടത്തി ഞാൻ ചെയ്തോളാം. മഞ്ഞപ്പുള്ളികളുള്ള നീല ജാക്കറ്റും അവളുടെ വേഷം, ഐഷയുടെ
നീളെ കുഞ്ഞു തൊങ്ങലു തുന്നിച്ചേർത്ത പാവാട ചുറ്റും. ഇടയ്ക്കിടയ്ക്ക് അടിക്കണ്ട, പാട്ട് നിൽക്കും പഠിച്ചാൽ. കൈകളിൽ പൊട്ടി പൊട്ടിച്ചിരിക്കും വളകളും കൈതപ്പൂ തിരികിയ നീളൻ ചുരുളൻ മുടിക്കെട്ടും പുഞ്ചിരി അടരാത്ത മുഖവും തേനൂർന്ന കൊഞ്ചലും മറക്കുമോ നിങ്ങളെന്നൈഷയെ. കളിയാക്കിയതാണ് മനസ്സിലായി. വർഷങ്ങൾക്ക് മുമ്പ് കഥാപ്രസംഗ വേദിയിൽ നിന്ന് സാംബശിവൻ സാറും ചോദിച്ചിട്ടുണ്ട്, അതിനു മുമ്പ് വയലാറും ചോദിച്ചിട്ടുണ്ട്, മറക്കുമോ നിങ്ങളെന്നൈഷയെ. കേരളീയ സഹൃദയൻ, കലാഹൃദയനായ കേരളീയ സഹൃദയൻ പറഞ്ഞു, മറക്കില്ല ഞങ്ങൾ ഈ ഐഷയെ, മറന്നില്ല ഞങ്ങൾ ഈ ഐഷയെ. ഈ കഥ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ഒരാളെ കൂടെ പരിചയപ്പെടേണ്ടതുണ്ട്. ഐഷയുടെ ബാപ്പ അത്രമാൻ. അടിയടിയുടെ മോളെ പറഞ്ഞല്ലോ, മഞ്ഞ തുമ്പിയെ പോലെ പാറി നടക്കുന്ന പെൺകുട്ടിയാണ് ഐഷ. അച്ഛനും അല്ല ബാപ്പയും അതുപോലെ തന്നെ ആയിരിക്കും. ആളുടെ പേര് കേൾക്കുമ്പോ തന്നെ നിങ്ങൾക്ക് ആളിനെ മനസ്സിലാകും. അത്രമാൻ ഇറച്ചി വെട്ടുകാരനാണ്. ദാ വരുന്നു. വക്കത്തു നിണമാർന്നുരുളും മാംസങ്ങൾ, ചോരയൊക്കെ വറ്റി വരണ്ട് കവളൊക്കെ ഇങ്ങനെ ഒട്ടി, വളർന്ന വെള്ളിക്കൊമ്പൻ മീശകൾ കവളിന്മേൽ വകഞ്ഞിട്ട് അതിലൊക്കെ മുറുക്കാൻ പതയുമായി. മീശ നിറച്ച് മുറുക്കാൻ പതയായി. എന്റെ ശ്രദ്ധ തെറ്റിക്കരുത്, ഞാൻ വളരെ ടച്ചില്ലാതെ നിന്നാണ് ഞാൻ പറയുന്നത്. മീശ നിറച്ച് മുറുക്കാൻ പതയാണ്. മുഖത്ത് വസൂരിക്കുത്ത് ഉഗ്രമാം വൈരുപ്യത്തിൻ മുഴുപ്പത്തിയതാണ് മാംസ വിൽപ്പനക്കാരൻ. പറഞ്ഞല്ലോ ഇറച്ചി കച്ചവടക്കാരൻ. നമുക്ക് ഇദ്ദേഹത്തിന്റെ കടയൊന്ന് നോക്കാം. കടയെന്ന് പറയാനായിട്ടൊന്നുമില്ല. 2 കഴുക്കോലി ഇങ്ങനെ കുത്തിച്ചാരി നിർത്തി ഒരു ചായ്പ് വെച്ച ഒരു ചാപ്ര, അതിന്റെ അറ്റത്ത് ഒരു ആട്ടിൻ ഒരു പുളിമുട്ടം ഇങ്ങനെ ഇരിപ്പുണ്ട്. ആ പുളിമുട്ടത്തിന്റെ പുറത്ത് ആട്ടിൻ തല ഇരിപ്പുണ്ട്. ചോദിക്കാം, എന്താണ് ആട്ടിൻ തല, നിനക്ക് ഇങ്ങനെ ഒരു വിഷമം? അപ്പൊ ആട്ടിന്റെ തല പറയും, എന്റെ കരൾ ഇതാ വെട്ടിവിക്കുന്നു, എന്റെ ചങ്ക് ഇതാ വെട്ടിവിക്കുന്നു. ശരിയാണ്, ആട്ടിൻ തലയെ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം വക്കത്തു നിണമാർന്നുരുളും മാംസങ്ങൾ കണ്ടിച്ചതൊക്കെയും കടയുടെ മുഖത്ത് കെട്ടിത്തൂക്കി, വെട്ടുകത്തിയുമായി കണ്ണുകൾ ചുവപ്പിച്ച ചട്ടുകാലനാം വൃദ്ധൻ ഇരിക്കുന്നു നഗരത്തിൽ. ചട്ടുകാലനാണ്, ദേശം ഒരു മോഡലുണ്ട്. നോക്കാം. അത്രമാ വീട്ടിൽ വരുമ്പോൾ ആ 10-12 വയസ്സ് പ്രായം മാത്രമുള്ള നമ്മുടെ നായിക ആയിഷ ചെയ്ത എല്ലാം കുറ്റമാണ്. വെള്ളം കോരിയാ കുറ്റം, വെള്ളം കോരിയില്ലെങ്കിൽ കുറ്റം, മുറ്റം അടിച്ചാ കുറ്റം, മുറ്റം അടിച്ചില്ലെങ്കിൽ കുറ്റം. 100 കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടി ആ പെൺകുഞ്ഞിന്റെ ഹൃദയം നോവിപ്പിക്കും. ഇത് കേൾക്കുമ്പോ നമ്മുടെ ആയിഷയ്ക്ക് സങ്കടം വരും. പിന്നെ അത് വിതുമ്പും, പിന്നെ അത് പൊട്ടിക്കരച്ചിലാവുമ്പോഴത്തേക്ക് അത്രമാൻ പറയും, പെണ്ണേ മിണ്ടരുത്, നീ മിണ്ടിയാൽ കത്തി കൊണ്ടരിഞ്ഞ് ഞാൻ കടയിൽ കെട്ടിത്തൂക്കും. വളരെ ലഘുവായ ശിക്ഷയാണ്. സ്വന്തം മോളെ കത്തി കൊണ്ടരിഞ്ഞ് കടയിൽ കെട്ടിത്തൂക്കും. ഇതാണ് അച്ഛൻ, അല്ല ബാപ്പ. ഈ ബാപ്പയും മോളുടെയും കഥ ഇങ്ങനെ പോവുകയാണ്. അടുത്ത ദിവസം ഈ ആയിഷ പാലും കൊണ്ട് വന്നില്ല. പകരം വന്നതോ അത്രമാൻ. ഞാൻ ചോദിച്ചു, അത്രമാനെ ആയിഷ എന്തിയെ? നമ്മുടെ തലേവിധി തകർക്കാൻ പറ്റുമോ? ആയിഷയുടെ നിക്കാതെ ഇന്നലെ കഴിഞ്ഞു. 60 വയസ്സ് പ്രായമുള്ള ഒരു പടുവൃദ്ധൻ ആയിഷ കുട്ടിയെ വലിച്ചഴിച്ചുകൊണ്ട് അതാ കൊണ്ടുപോകുന്നു. അവനെ കിളിയെത്ര ചിറകിട്ടടിച്ചാലും ആ ഇരുമ്പഴികളെ തകർക്കാൻ കഴിയുമോ? ഇങ്ങനെ ഞാൻ പറയും, പ്രാക്ടീസ് ഇല്ല, അതാണ് ഒരു പ്രശ്നം. ഞാൻ 2 ദിവസം റിഹേഴ്സൽ എടുക്കും. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം. പിന്നെ ഞങ്ങള് ഫ്രണ്ട്സ് സീറ്റിൽ തന്നെ വന്നിരുന്ന് കാണും. അടിപൊളി. ഇതാണ് പറഞ്ഞ എന്നെ ജൂനിയർ സാമ്പശി എന്നാണ് വിളിച്ചോണ്ടിരുന്നത് പണ്ട്. അച്ഛൻ വരാറായി, വിളിച്ചിരുന്നു. പ്രോഗ്രാമിന്റെ കാര്യമെല്ലാം പറഞ്ഞോ? ഞാൻ ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞില്ലേ? എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ ലീവ് തന്നില്ല. എനിക്ക് ജിമ്മിൽ പോയിട്ടാണ് സ്റ്റേഡിയത്തിൽ പോയെ. അതെ അമ്മ. സ്റ്റേഡിയത്തിൽ പോണോ? സ്റ്റേഡിയത്തിൽ പോണം. എനിക്ക് 100 രൂപ വേണം. എനിക്ക് പൈസ ഒന്നുമില്ല, നീ അച്ഛൻ വന്നിട്ട് ചോദിച്ചു വാങ്ങിച്ചാൽ മതി. അച്ഛൻ വന്നിട്ട് ഞാൻ എപ്പം പോകാനാണമ്മ? വന്നിട്ട് പോയാ മതി. അതൊക്കെ പോയാ മതി.
എന്റെ പൈസ ഇല്ല. എന്തായി കാണുമല്ലേ? മണി ആ, അതാ വന്നല്ലോ. അച്ഛാ എന്തായി? എന്താ അച്ഛാ പ്രോഗ്രാമിന്റെ കാര്യം എന്തായി? മുഖം വല്ലാതിരിക്കുന്ന പ്രശ്നമായാ? ശരിയായില്ലേ? ക്യാൻസലായോ? അവിടുത്തെ പയ്യന്മാരൊക്കെ കൂവി അച്ഛാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. മുഖം വല്ലാതിരിക്കുന്ന എന്ത് പറ്റിയെന്ന് പറ. മാത്രം പറയൂല. ചിരിക്കുന്നോ? എന്താ രവിയേട്ടാ, മണി ഞാൻ കഥാപ്രസംഗം പറയാനായിട്ട് അങ്ങോട്ട് കേറിയപ്പോ തന്നെ എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷയായി. എന്നിട്ട് കഥ അങ്ങോട്ട് തുടങ്ങിയതും തന്നെ നല്ല ഉത്സാഹത്തോടെ ഓഡിയൻസ് അങ്ങോട്ട് എഴുന്നേക്കാൻ തുടങ്ങി. അടിപൊളിയായി. പിന്നെ ചെറുപ്പക്കാരിലൊന്നും വലിയ താല്പര്യം കണ്ടില്ല. വയസ്സായവരൊക്കെ ഭയങ്കരമായിട്ട് കൈ അടിച്ച്. എന്നിട്ടുണ്ടല്ലോ, ഇത് അമ്പലത്തിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചല്ലേ നടത്തിയത്. അമ്പല കമ്മിറ്റിക്കാർ ഇങ്ങോട്ട് വന്നിട്ട് കഥ കേട്ട് കഴിഞ്ഞാൽ അച്ഛൻ്റെ ഒരു പൊന്നാടെ കിട്ടില്ലോ. നീ അമ്പലത്തില് പ്രസംഗിക്കേണ്ടി വരൂ. സ്ഥിരമാക്കേണ്ടി വരും. അമ്പലത്തിലാ ഒരു സൂചനയുണ്ട്. എന്തോന്ന്? അടുത്ത ഉത്സവത്തിന് അമ്പലത്തിൽ ചിലപ്പോൾ ഭയങ്കര രവീന്ദ്രനാഥ്, ഒരു കാതികൻ രവീന്ദ്രനാഥായി മാറ്റേണ്ടി വരുമല്ലോ പേര്. അങ്ങനെയൊന്നുമില്ല. എന്തായിരുന്നാലും ദേവിയുടെ കടാക്ഷം കൊണ്ട് എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഒരു കുഴപ്പമുണ്ടായില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എൻ്റെ പൊന്നു ഭാര്യയ്ക്ക് ഞാൻ ഇത് സമർപ്പിക്കുകയാണ്. താങ്ക് യു.